ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോയിലേക്കും കുഞ്ഞു എൻ്റെ അനുഭവങ്ങളും ഒക്കെയായി നമുക്ക് തുടങ്ങാം. ഇന്നിപ്പോൾ ഞാൻ വറുത്തരക്കാതെ പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം എന്നൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കും ചോറിന് വരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ കറി. അത് ആ സൈഡിലൂടെ അങ്ങനെ നടക്കട്ടെ. നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുക്കിങ്ങെല്ലാം പഠിക്കുക എന്നുള്ളത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യാം. ഏതൊരു അവസ്ഥയിലായാലും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള എന്ത് കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. എല്ലാ പച്ചക്കറിയും ഉപയോഗിച്ചിട്ടല്ല ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ചിന്താഗതിയോ ഓരോരോ കൺസെപ്റ്റോ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും ആയിത്തീരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഒരാൾക്കുള്ള ഇഷ്ടങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക്, അവർക്കുള്ള അനുഭവങ്ങളായിരിക്കില്ല വേറൊരാൾക്ക്. നമ്മൾ മറ്റുള്ളവർക്കായിട്ട് ഒരു ദോഷവും അല്ലെങ്കിൽ ഒരു മോശമായ കാര്യങ്ങളോ ചെയ്യാതിരിക്കുക. പരമാവധി നമ്മുടേതായ ഇഷ്ടങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് മോശമല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവസരങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഇല്ലാതാക്കാനും പാടില്ല. നമുക്ക് വേണ്ടി നമ്മളല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അതിനോ ഒന്നിനും വരില്ല. നമുക്ക് വേണ്ടി ഓരോ ദിവസവും നന്നായി ജീവിച്ചോളുക എന്നതാണ് ഞാൻ കുറച്ച് കാലത്തിനിടയിൽ മനസ്സിലാക്കിയ കാര്യം. പണ്ടെല്ലാം എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ നമ്മളിങ്ങനെ ചെയ്തതിന് എന്നാ ആൾക്കാർ വിചാരിക്കുക, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയായിരിക്കുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ഒറ്റൊരു കാര്യമായിരുന്നു എൻ്റെ എന്ത് കാര്യം ചെയ്യുമ്പോൾ. പക്ഷെ പിന്നെ നമ്മൾ മാറിത്തോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി കിട്ടുന്ന നല്ല മോട്ടിവേഷനായാലും നല്ല കാര്യങ്ങൾ നമ്മൾ വായിക്കാനും പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പരമാവധി നമ്മൾ വായിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വായിച്ചിട്ട് ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കും, പണ്ടല്ലോ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കൂലേ, ഈ ഡ്രസ്സ് ഇടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കൂലേ, ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കൂലേ. നമ്മളെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും ഒന്നും വിചാരിക്കൂല. നമുക്ക് പക്ഷേങ്കിൽ അതിൻ്റെ ഒരു സ്മാർട്ടിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്യുന്നതാണെങ്കിൽ ആരും ഒന്നും വിചാരിക്കൂല. ഇനി ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നതാണെങ്കിൽ അവരങ്ങ് വിചാരിച്ചോട്ടെ. അവരിപ്പോൾ വിചാരിക്കാനല്ലേ, അവർക്കിപ്പോൾ വലിയ എന്താ പറയുക, നമ്മളെ നല്ലത് പറയാനോ നമ്മളെപ്പറ്റി നല്ലത് ഇതാക്കാനോ അവർക്കുണ്ടാവില്ല. നമ്മളെ പറ്റിയിട്ട് എങ്ങനെ നെഗറ്റീവ് കണ്ടെത്താം, അതായിരിക്കും അവരുടെ മെയിൻ ജോലി എന്നുള്ളത്. അതുകൊണ്ട് അവരിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണെന്നുള്ള തീരുമാനത്തിലെത്തുക. ഞാൻ ഇങ്ങനെയാണ്, ഇതിപ്പോൾ സ്നേഹം ഇങ്ങനെയാണെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ മാറ്റം സൃഷ്ടിക്കുമ്പോൾ നല്ല നല്ല മാറ്റങ്ങളായിരിക്കണം നമ്മളെ ജീവിതത്തിൽ മാറി വരേണ്ടത്. ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിനിപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും. ഒരുപക്ഷെ എൻ്റെ വോയിസിൽ മാറ്റം എന്താ പറയുക അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടാവും. ഞാൻ ഇടുന്ന വീഡിയോ മാറ്റം വരുത്താൻ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ പറ്റാത്തവരുണ്ടാവും. കാണുമ്പോൾ എന്തൊരു ഓറാന്നായ വീഡിയോ. പക്ഷെ എനിക്ക് തോന്നുന്ന ശരി എന്നുള്ളത് അത്രയും മോശമല്ല എന്ന് തോന്നുന്ന കാര്യമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഫോളോ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതല്ല നമ്മളെ ജീവിതം. നമുക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് ഓരോ കാര്യങ്ങളും. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞാലേ പുറത്തുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. ആ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക.
നമ്മൾ എത്ര പെർഫെക്റ്റായി നിന്ന് കഴിഞ്ഞാലും ചെറിയൊരു നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനെല്ലാം ഒരുപാട് ആളുണ്ടാവും. പക്ഷേ എന്താണ്, നമ്മളെപ്പോഴും നമ്മളായി നിൽക്കുക. നമ്മുടെ തീരുമാനം എപ്പോഴും ഒരു ഉറച്ച തീരുമാനത്തിൽ. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇതായിരിക്കും, ചെറിയൊരു വിലയായിരിക്കാം. പക്ഷെ നമ്മളെ തീരുമാനം എപ്പോഴും നമ്മൾ ഉറച്ചങ്ങ് നിന്നോളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ താങ്ങാൻ ആളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പ് കടിച്ചാലും വേദനയാന്ന് പറഞ്ഞ മാതിരി ചുറ്റുപാടും നമുക്ക് ആൾക്കാരുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയൊരു മുള്ള് കാലിന് തറച്ചാൽ പോലും അത് വലിയ കാര്യമായിരിക്കും. പക്ഷെ താങ്ങാൻ ആളില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയൊരു പാറ വന്ന് മേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ജീവിതത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടിയിട്ട്. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളാൽ എടുക്കാൻ പറ്റുന്ന തീരുമാനം, നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുക നമ്മൾ തന്നെ. പറ്റാത്ത കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക, തീരുമാനങ്ങൾ ഷെയർ ചെയ്ത് തീരുമാനിക്കുക. അല്ലാത്തത് ഒറ്റക്ക് തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒറ്റയ്ക്ക് ചെയ്ത് വിജയിച്ച് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും നമുക്കൊരു വലിയൊരു സന്തോഷമായിരിക്കും. മറ്റുള്ളവരെ കണ്ണിൽ അത് വെറും ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. അതെല്ലാം സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതാ പറഞ്ഞത്, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ എന്താ പറയുക റൂട്ടും ഒക്കെ നമുക്കേ മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അതിൽ വരുന്ന സന്തോഷങ്ങളും നമ്മളെ അനുഭവിക്കുള്ളൂ എന്ന്. മറ്റുള്ളവർക്ക് അതിൽ കണ്ടു നിൽക്കാം, പക്ഷേ അവർക്കറിയില്ല നമ്മൾ എത്രത്തോളം അതിൽ എഫേർട്ട് എടുക്കുന്നു എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. ചില അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അതിൽ നിന്ന് ഒരാൾക്കെങ്കിലും മാറാൻ പറ്റുവാണെങ്കിൽ, ഒരാൾക്കെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.